ഞാൻ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാം. ഇന്ത്യയിൽ ഹിന്ദുക്കൾക്ക് നേരെ ആദ്യം നിറയൊഴിക്കുന്നത് മുസ്ലിങ്ങളല്ല കേട്ടോ. ഏതെങ്കിലും തരത്തിൽ മുസ്ലിങ്ങൾക്ക് നേരെ ആദ്യം നിറയൊഴിക്കുന്നത് ഹിന്ദുക്കളുമല്ല. അത് വളരെ വ്യക്തമായ തീവ്രവാദ നീക്കമായിരുന്നു അതിന് പിന്നിലൊക്കെ ഉണ്ടായിരുന്നത്. ദീർഘകാലത്തെ ഈ സ്വാതന്ത്ര്യ സമരത്തിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും വിഭജിക്കപ്പെട്ടതിനെ തുടർന്ന് രാജ്യത്ത് വലിയ സംഘർഷമുണ്ടായത് പ്രേക്ഷകർക്കറിയാം. 1947-കളിൽ എങ്ങനെയാണ് നമ്മൾ വർഗീയമായി സംഘടിച്ച് പരസ്പരം ചേരികളിൽ ഏറ്റുമുട്ടിയത് എന്ന് നമുക്കറിയാം. അതിനുശേഷം ഏറെക്കുറെ ശാന്തമായിരുന്നു നമ്മൾ. പിന്നീട് ഒരു ഇടക്കാലത്തിനു ശേഷം ആധുനിക ഭാരതത്തിൽ വംശീയമായ മതപരമായ സ്പർദ്ധയുണ്ടാവുന്നതും തമ്മിൽ കൂട്ടക്കൊലകൾ ഉണ്ടാവുന്നതും അതിലെ ഒരു ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ 1985 മുതലാണ് ഇത് വീണ്ടും തുടങ്ങുന്നത്. ആ സാഹചര്യങ്ങൾ പ്രേക്ഷകർക്കറിയാമല്ലോ. ഭിന്ദ്രൻവാലയ്ക്ക് ശേഷം ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻസിന് ശേഷം പിന്നീട് സിഖ് വേഴ്സസ് ഹിന്ദു എന്ന ഡയമെൻഷനിലേക്ക് ഇവിടെ കാര്യങ്ങൾ മാറുന്നുണ്ട്. 1994 വരെ പഞ്ചാബിലെ പല പ്രദേശങ്ങളിലും സിഖ് തീവ്രവാദികളായ വിഭാഗക്കാർ ഹിന്ദു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ചെറുതും വലുതുമായ ഒരുപാട് അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ 1989 ശേഷം കാശ്മീരിൽ ഇത് പതിവായിരുന്നു. അവിടെ ഹിന്ദുക്കളെ മാത്രം തെരഞ്ഞുപിടിക്കുക, കാശ്മീരി പണ്ഡിറ്റുകളെ മാത്രം തെരഞ്ഞുപിടിക്കുക, അവരെ കൊലപ്പെടുത്തുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. നോക്കൂ, ഒരു വലിയ ലാർജ് കോണ്ടെക്സ്റ്റിൽ ഇന്ത്യക്ക് മുഴുവനെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോഴും ഹിന്ദുക്കളുള്ള പോക്കറ്റുകളെ തെരഞ്ഞുപിടിച്ച് ആക്രമണം നടത്തുന്നത് പാകിസ്ഥാന്റെ ഒരു ബ്രെയിൻ ചൈൽഡ് ആയിരുന്നു. കാരണം എന്താ? ടു നേഷൻ തിയറി അവിടെ വർക്കൗട്ട് ചെയ്യണം. ടു നേഷൻ തിയറി വർക്കൗട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇന്ത്യ വീക്കാവും. പാകിസ്ഥാൻ എങ്ങനെയാണോ ദുർബലമാവുന്നത്, തമ്മിലടിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറും. മുസൽമാന്മാർ ഹിന്ദുക്കൾക്കെതിരെയും ഹിന്ദുക്കൾ മുസൽമാന്മാർക്കെതിരെയും മാറും. അവിടെ ആ സ്ട്രാറ്റജി മൂലം എത്രയെത്ര മനുഷ്യരെയാണ് ജീവൻ നഷ്ടപ്പെട്ടത്. നോക്കൂ, ലുധിയാനയിൽ ട്രെയിൻ ബോംബിംഗ് 91-ൽ 125 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ദൗളാസ് ബ്ലാസ്റ്റിൽ രാജസ്ഥാനിൽ 14 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. കോയമ്പത്തൂർ ബോംബിംഗ് 58 പേർക്കാണ് നഷ്ടപ്പെട്ടത്. ഇത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ആലോചിക്കൂ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലുള്ള ഹിന്ദു വിഭാഗത്തെ കൊന്നൊടുക്കൽ ഇന്ത്യ പിടിച്ചെടുക്കാമെന്ന ആഗ്രഹമല്ല. ഹിന്ദുക്കളെ ഏതെങ്കിലും തരത്തിൽ ട്രെയിൻഡ് ആയിരിക്കുന്ന ഈ പറയുന്ന ചാവേറുകൾ ആക്രമിക്കുമ്പോൾ മുസ്ലിം വിഭാഗത്തിനെതിരെ ഇന്ത്യക്കുള്ളിൽ ഒരു വികാരം രൂപപ്പെടുമെന്നും ആ ഇസ്ലാമോ ഫോബിയ മൂലം ഇന്ത്യ സ്വയം ദുർബലമാകുമെന്നുമുള്ള കണക്കുകൂട്ടലാണ്. ഈ സ്ട്രാറ്റജിയാണ്. 100-ലേറെ ആക്രമണങ്ങളാണ് ഇങ്ങനെ ടാർഗറ്റഡായ ഹിന്ദു പോപ്പുലേഷൻ നേരെ നടത്തിയിരിക്കുന്നത്. ഓർമ്മിക്കണം, ഇതിനൊരിടത്ത് പോലും ഇന്ത്യൻ മുസൽമാന്റെ, രാജ്യസ്നേഹിയായ ഒരു ഇന്ത്യൻ മുസൽമാന്റെയും പിന്തുണ കിട്ടിയിട്ടില്ല എന്നുള്ളിടത്താണ് ഈ ടു നേഷൻ തിയറിയുടെ മിലിറ്ററി ഓപ്പറേഷൻസ് പാകിസ്ഥാൻ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒപ്പം ഇന്ത്യയിൽ ഈ നിലപാടെടുത്ത രാഷ്ട്രീയ നേതൃത്വത്തെ അഭിനന്ദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എങ്ങനെ ഇത് പരാജയപ്പെടുത്തിയത്? ഈ അസീഫ് മുനീറിന് വേണ്ടിയിട്ട് നമ്മൾ തലവെച്ച് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ തെരുവുകളിൽ മുസൽമാന്മാർ ഹിന്ദുക്കൾക്കെതിരെ അല്ലെങ്കിൽ ഹിന്ദുക്കൾ മുസൽമാന്മാർക്കെതിരെ എന്ന മട്ടിലേക്ക് ഇറങ്ങിത്തിരിക്കുമായിരുന്നു. ഒരിടത്തും ഒരു വാക്ക് പോലും ആരും മിണ്ടിയിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞ ബീഹാറിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി കലിമ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല, മുസൽമാൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. വേണമെങ്കിൽ പ്രധാനമന്ത്രിക്ക് വിശദീകരിക്കാമായിരുന്നു. അവരെങ്ങനെയാണ് തീവ്രവാദികൾ വന്ന് നമ്മളുടെ ഹിന്ദു സഹോദരങ്ങളെ കൊലപ്പെടുത്തിയത് എന്ന വാക്ക് പ്രധാനമന്ത്രി ഉപയോഗിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ഇവിടെ ഹിന്ദു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല, മുസൽമാൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല, കലിമ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. വളരെ മിതമായ ഭാഷയിൽ അന്തർദേശീയ സമൂഹത്തോടാണ് ഇത് ഇന്ത്യയുടെ ആത്മാവിന് നേരെയുള്ള ആക്രമണം എന്ന മട്ടിലാണ് പ്രധാനമന്ത്രി അത് പറഞ്ഞത്.